ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിതക്ക് വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നി തുടങ്ങും കേട്ടോ. അങ്ങനെ ഇഷിത ഭയങ്കര വിഷമത്തിൽ തന്നെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്താണ് ഇഷിത ആ കാഴ്ച കാണുന്നത്. മഹേഷ് കുഞ്ഞിൻ്റെ കൂടെ വല്ലാത്ത സന്തോഷത്തിൽ പുറത്തിറങ്ങിയായിരിക്കും. കുഞ്ഞിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കണം, ടോയ്സ് വാങ്ങണം, കുഞ്ഞിനൊന്ന് പുറത്ത് കൊണ്ടേ കറക്കണം എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നാഗവല്ലിയും ഒക്കെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ മഹേഷിൻ്റെ ഈ ഒരു ചേഞ്ച് കാണുമ്പോഴേക്കും. അങ്ങനെ കുഞ്ഞും ഭയങ്കര ചിപ്പിയും ഭയങ്കര സന്തോഷത്തിൽ മഹേഷിൻ്റെ കയ്യും പിടിച്ച് പോകുന്ന സമയത്താണ് അവിടേക്ക് രചന വരുന്നത്. മഹേഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഞാനെന്താ ഇവിടെ എന്ന് തനിക്കറിയില്ലേ? ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാ. ഇത് നല്ല തമാശ. എൻ്റെ കുഞ്ഞിനെ ആരുടെ ചോദിച്ച് നീ കൊണ്ടുപോകാൻ പോകണമെന്നാണ് പറയണത്? അതെ, എൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള എല്ലാ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് ഇല്ല, കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രചന കുഞ്ഞിനെ പിടിച്ച് കൈ പിടിച്ച് വലിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മഹേഷിൻ്റെ രചനേനെ ഒരൊറ്റ ഉന്തുമ്പോഴേക്കും പോലീസ് വഴിയുടെ മുമ്പിൽ പോയിട്ട് രചന വീഴുവാണ്. പോലീസുകാർ പറയും, എടാ പെണ്ണുങ്ങളുടെ മേത്ത് കൈവെക്കാൻ വരെ നീ ആയോ എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ പിള്ളേരുടെ കമ്മീഷൻ, അതായത് ചൈൽഡ് സംഭവങ്ങളുണ്ടല്ലോ, അവരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ വിടാനായിട്ട്. അതിനുള്ള പ്രത്യേക നോട്ടീസും കാര്യങ്ങളൊക്കെ നിനക്ക് അയച്ചിട്ടുണ്ട്. അത് നിനക്ക് വൈകാതെ നിൻ്റെ വീട്ട് അഡ്രസ്സിലേക്ക് കിട്ടിക്കോളും എന്ന് പറയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ മര്യാദയ്ക്ക് പ്രശ്നങ്ങളില്ലാണ്ട് അതിൻ്റെ അമ്മയുടെ കൂടെ അയക്കെന്ന് പറയുമ്പോൾ ചിപ്പി പറയണ്ടേ, ഇല്ല ഞാൻ പോവില്ല, എനിക്ക് എൻ്റെ അച്ഛനെ മതി എന്ന് പറയുമ്പോൾ, ദേ മോളെ വാശി പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രചന പിടിച്ചു വലിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവാട്ടോ. മഹേഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം പോലീസുകാരെല്ലാം മുമ്പിലുണ്ട്. മാത്രമല്ല ഇപ്പം എന്തിനും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നിയമപരമായിട്ട് അവർ നേടിയെടുക്കുന്നു. മഹേഷിന് നന്നായിട്ട് അറിയണ്ട്. മഹേഷ് വളരെ വിഷമത്തോടു കൂടി പൊട്ടിക്കരയാൻ പോകുന്ന പോലെ അങ്ങനെ നിൽക്കുവാട്ടോ. ആ കാഴ്ചയെ കണ്ടിട്ട് ഇഷിതക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. ഇഷിതക്ക് നോക്കുമ്പോഴേക്കും മഹേഷിൻ്റെ കണ്ണ് നിറയുന്നത് ഇഷിത ആദ്യമായിട്ട് കാണുവാണ്. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. താൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ഇതായിട്ട് ആ കുഞ്ഞും അച്ഛനും വേർപിരിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഇഷിതക്കും വിഷമാവുന്ന ഒരു പ്രൊമോ ആണ് കേട്ടോ നാളത്തെ പ്രൊമോ. ബൈ ബൈ.